ഇന്ന് ഈ വിഷയത്തിനെ കുറിച്ച് മുൻ മന്ത്രിയും CPM-ന്റെ മുതിർന്ന നേതാവുമായ AK ബാലന്റെ പ്രതികരണം വന്നിരുന്നു. അതുകൂടി ഒന്ന് കേൾക്കാം. എവിടത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്? ഇത് കള്ളപ്പണം വെളുപ്പിച്ചതാണ് അല്ലേ? കള്ളപ്പണം വെളുപ്പിച്ചതാണ്. കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ളതിന് എന്തെങ്കിലും രേഖയുണ്ടെങ്കിൽ ആ കള്ളപ്പണം വെളുപ്പിച്ചവരെ ശിക്ഷിക്കുന്നതിന് ഒരു തടസ്സവും ഞങ്ങൾക്കാർക്കുമില്ല. CPM-നുമില്ല, പിണറായി വിജയനുമില്ല, ഒരാൾക്കുമില്ല. അത് തെളിയിക്കട്ടെ. ഡോക്ടർ B. ജയരാജ്, ഇപ്പോൾ അവസാനം ഒരു കള്ളപ്പണ ഇടപാടാണ്, അതിന് രേഖയുണ്ടെങ്കിൽ ഞങ്ങൾ സമ്മതിക്കാം എന്ന് പാർട്ടി പറയുകയാണോ? അല്ല, ഈ വിഷയത്തിനെ ഇങ്ങനെയല്ല കാണേണ്ടുന്നത് കാര്യം. ഇതിനെ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊസീഡിങ്സ്, EDയുടെ പ്രൊസീഡിങ്സ് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് EDയുടെ അന്വേഷണങ്ങൾ നടന്നത്, അതായത് BJP ഭരിക്കുന്നതല്ലാതുള്ള സംസ്ഥാനങ്ങളിൽ എങ്ങനെയായിരുന്നു EDയുടെ ഇടപെടൽ, എങ്ങനെയാണ് മഹാരാഷ്ട്രയിൽ നടപ്പിലാക്കിയത്, അതിപ്പോൾ ബംഗാളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക തൃണമൂൽ കോൺഗ്രസിനെ ഇല്ലാതാക്കിയതുപോലെ, അല്ലെങ്കിൽ കേജ്രിവാളിനെ പിടിച്ച് ജയിലിലിട്ടതുപോലെ, അല്ലെങ്കിൽ ചിദംബരത്തിനെയും കാർത്തിക് ചിദംബരത്തിനെയും വർഷങ്ങളോളം മാസങ്ങളോളം പീഡിപ്പിച്ചതുപോലെ എത്രമാത്രം റെയ്ഡുകൾ നമ്മൾ EDയുടെ, അതായത് കോൺഗ്രസ് തന്നെ പറഞ്ഞൊരു വാദമാണ് ലോണ്ട്രി മെഷീനാണ്, ഈ ലോണ്ട്രിക്കകത്തൂടെ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെല്ലാം ക്ലീൻ ആവും എന്ന് പറഞ്ഞൊരു വാദം രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് ഞാനിപ്പോഴും മറന്നിട്ടില്ല. എല്ലാവരുടെ അടുത്ത കാലത്ത് പറഞ്ഞതായതുകൊണ്ട് എല്ലാവരുടെ മനസ്സിലതുണ്ടാവും. അതുപോലെ കേരളം പോലെയുള്ളൊരു സംസ്ഥാനത്തിൽ കയറി വന്ന് മുഖ്യമന്ത്രിയുടെ മകളായി പോയി എന്നുള്ളത് കൊണ്ട് മാത്രം, ശരിയാണ്, മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരാൾക്ക് ആ ഒരു ക്ലൗട്ടുണ്ടല്ലോ, അതിൻ്റെ പുറകിലിരുന്ന മുഖ്യമന്ത്രിയുടെ മകളാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവർ അഡ്വൈസറി ബോർഡിൽ ഇരിക്കട്ടെ എന്ന് തോന്നുന്നതിന് അങ്ങനെ വല്ല ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വ്യാപകമായിട്ടുള്ള ഇടപെടൽ അതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ടോ? എന്തായാലും അവർ സോഫ്റ്റ്വെയർ കൺസൾട്ടൻ്റ് ആയിരുന്നു എന്ന് SFIയുടെ രേഖയിൽ കൺസൾട്ടന്റ് എന്നുള്ള വാക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഡോക്ടർ B. ജയരാജ്. പക്ഷെ അതെനിക്ക് തോന്നുന്നു ജനങ്ങൾ കൂടി അറിയണം എന്ത് സോഫ്റ്റ്വെയർ കൺസൾട്ടന്റ് ആയിരുന്നു വീണ തൈക്കണ്ടിയിൽ എന്ന്. നോക്കൂ, ഇൻമെഗ് അത് വായിക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് അത് ആവർത്തിച്ച് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്തൊക്കെയാണ്? സ്കൂൾ സെറ്റപ്പ് ബൈ അഡ്മിനിസ്ട്രേഷൻ, ടൈം ടേബിൾ മാനേജ്മെന്റ്, റിപ്പോർട്ട് കാർഡ് ആൻഡ് മാർക്സ്, അറ്റൻഡൻസ് സിസ്റ്റം, ഫീസ് മാനേജ്മെന്റ്, മെസ്സേജിംഗ് ആൻഡ് നോട്ടിഫിക്കേഷൻ, എക്സാമിനേഷൻ ആൻഡ് കൗൺസിലിംഗ്. അതായത് സ്കൂളുകൾക്കുള്ള, കോളേജുകൾക്കുള്ള, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള വെബ്സൈറ്റാണ്, കൺസൾട്ടൻസിയാണ്. ഇതിൽ കരിമണൽ കമ്പനിയുമായി എന്ത് ബന്ധമാണ് ഈ പറഞ്ഞ ഫീസിനും മെസ്സേജിങ്ങിനും നോട്ടിഫിക്കേഷനും ഒക്കെ ഉള്ളത്? ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടാണോ കരിമണൽ ഖനനം? ആരും അങ്ങനെ നമ്മളതിനെ നിസ്സാരവൽക്കരിച്ച് കാണാൻ പാടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു സോഫ്റ്റ്വെയർ കമ്പനി ഇടുവാണെങ്കിൽ എൻ്റെ കൺസൾട്ടൻസിക്ക് വേണ്ടി പല ക്ലയൻസ് വരും. ആ ക്ലയൻസിൻ്റെ ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ CMRL എന്ന് പറയുന്ന ഒരു ലോജിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനിയാണ്. ലോജിസ്റ്റിക്സിൻ്റെ ആവശ്യമായിരിക്കും അവർക്കുണ്ടായിരുന്നിരിക്കുക. എന്തായാലും അത് അവർ വെളിപ്പെടുത്തും, അല്ലെങ്കിൽ അത് പറയും, കോടതിയിൽ അത് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതാണ്. കേസിൻ്റെ വഴിക്ക് തന്നെ നടക്കട്ടെ എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാനുള്ളത് ഒന്ന് പ്രധാനമായിട്ട്. അതുകൊണ്ട് ഇത് മാത്രം ചെയ്തിട്ടുള്ളവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പാടില്ലെന്നോ, ഒരു സോഫ്റ്റ്വെയർ കൺസൾട്ടൻസി എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ചെയ്യും. ഇപ്പോൾ സ്വിഗ്ഗി സൊമാറ്റോയുടെ കാര്യം ചെയ്തവർക്ക് യൂബർ ചെയ്യുന്നുകൂടാന്നുണ്ടോ? അവർ ഫുഡ് മാത്രമേ ചെയ്യാവുന്നുണ്ടോ? അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം ചെയ്യുന്നവർക്ക്, ഒരു ആപ്പ് ചെയ്യുന്നവർക്ക് വേറൊരു ആപ്പ് ചെയ്തുകൂടാന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ സ്കൂളും ടൈം മാനേജ്മെൻറ്റും അവർ ചെയ്ത ഒരു പ്രോജക്റ്റ് ആയിരിക്കും. അതുപോലെ അവർക്ക് കസ്റ്റമേഴ്സിൻ്റെ അനുസരിച്ച് കസ്റ്റമൈഡ് ആയിട്ടുള്ള ടൈലർഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ കൺസൾട്ടൻസി. കോളേജ്, കടമ്പൂർ ഇംഗ്ലീഷ് സ്കൂൾ, ഐഡിയൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി, നിംസ് മെഡിസിറ്റി, സരസ്വതി വിദ്യാലയ, CSI ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാക്കിയുള്ള 11 എണ്ണവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ആയിരിക്കാം, ഒരുപക്ഷെ അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലോജിസ്റ്റിക്സിൻ്റെ ഒരു ആവശ്യം വന്നപ്പോൾ അവർ അതിന് വേണ്ടിയിട്ടുള്ള ആളുകളെ എടുത്തിട്ട് അവർക്ക് അതിൻ്റെ പണം കൊടുത്തതിന് ശേഷം അവരെ കൊണ്ട് ഇവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യാമെന്നോ, അല്ലെങ്കിൽ ഒരാളെ സമീപിക്കുന്നുണ്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ വരുവാണെങ്കിൽ നമ്മൾ പല സ്ഥലത്തു നിന്ന് അറേഞ്ച് ചെയ്തല്ലേ ചെയ്യുന്നു. ഉദാഹരണത്തിന് കനകോലുവിനെ വെച്ചു. കനകോലു എന്ത് സർവീസസാണ് കോൺഗ്രസ് UDFന് ഇവിടെ കൊടുത്തത്? കനകോലുവിൻ്റെ സർവീസസ് എന്തായിരുന്നു? പ്രൊപ്പഗൻഡ ആയിരുന്നോ? അതെന്താണ്? അത് പൊതുജനങ്ങളുടെ മുന്നിൽ പറയുമോ? കനകോലുവിന്റെ സർവീസ് കനകോലുവിന്റെ സർവീസ് എന്ന് പറയുന്നത് UDFന് അധികാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള സഹായിക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അത് ജയം കണ്ടു എന്നുള്ളത്. പൈസ എത്ര വാങ്ങിയാലും 102മായി UDF അധികാരത്തിൽ വന്നല്ലോ. അതെ, എങ്ങനെ സഹായിച്ചു എന്നുള്ളതാണ്. അതെങ്ങനെ സഹായിച്ചു എന്തൊക്കെയാണ്? ഇവിടെ സേവനം കിട്ടിയിട്ടില്ല എന്ന് CMRL പറയുന്നു, CMRL ഉദ്യോഗസ്ഥർ പറയുന്നു, SFI ചോദിക്കുമ്പോൾ വീണയുടെ കമ്പനിയിലെ ഉദ്യോഗസ്ഥരും പറയുന്നു.
ഇവിടെ മറ്റിടത്ത് അത് എന്തൊരു കമ്പാരിസൺ ആണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ യു ഡി എഫ് കൺസൾട്ടന്റ് ആയിട്ട് കനകോലുവിനെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നു കേരളത്തിൽ. അത് കൺസൾട്ടൻസി വർക്ക് എന്താണെന്നുള്ള കാര്യം കനകോലുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എങ്കിൽ പിന്നെ അയാൾ പറയുന്നത് കേട്ടിട്ട് എനിക്കൊരു കൺസൾട്ടൻസി തുടങ്ങിയാൽ പോരെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ആ രീതിയിൽ തന്നെയാണ് ഇടപെടുന്നത്. ഓരോ കമ്പനിക്ക് ഞാൻ അതാണ് പറഞ്ഞത്, കസ്റ്റമൈഡ് ആയിട്ടുള്ള ടൈലേർഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. എനിക്കും ആർക്കും എല്ലാം അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. അങ്ങനെയാണ് സോഫ്റ്റ്വെയർ കൺസൾട്ടൻസി എല്ലാം വർക്ക് ചെയ്യുന്നത്. ഒരാൾ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ മാത്രമേ ചെയ്യാവൂ എന്നും അലിഖിത നിയമമൊന്നുമില്ല. ഏത് ഫീൽഡിൽ വേണമെങ്കിലും ഈ സാധനങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. അതിനുള്ള പ്രൊഫഷണൽസ് നമുക്ക് ബോഡി ഷോപ്പ് ചെയ്യാം, പ്രൊഫഷണൽസിനെ നമുക്ക് കൊണ്ടുവരാം, നമ്മുടെ കുടക്കീഴിൽ കൊണ്ടുവരാം, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അങ്ങനെയല്ലേ കോൺട്രാക്റ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഡേറ്റ മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നുണ്ട്, ടെക്നോ പാർക്കിലിരുന്നുണ്ട് അമേരിക്കൻ ക്ലയൻസിൻ്റെ ഇതിനനുസരിച്ചല്ലേ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെയല്ലേ ബാംഗ്ലൂർ ആണെങ്കിലും ടെക്നോ പാർക്കിലാണെങ്കിലും ഹൈദരാബാദിലാണെങ്കിലും ഒക്കെ ആളുകൾ ചെയ്യുന്നത്. അല്ലാതെ എല്ലാ എക്സ്പേർട്സും ഒരു കമ്പനിയുടെ കുടക്കീഴിൽ തന്നെ ഉണ്ടാവണമെന്നും ഒന്നുമില്ലല്ലോ. നമ്മൾ അവരെ ഹാൻഡ് പിക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ബോഡി ഷോപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ സർവീസസ് റെൻഡർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ആ സാധനം ഡെവലപ്പ് ചെയ്യുന്നു, അത് ആ സമയത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഇതാണ് അതിന്റെ രീതി. എന്തായാലും ഇത് ഇടയ്ക്ക് വെച്ച് നിന്നു, വേറൊരു കമ്പനി ഇത് ഏറ്റെടുത്തു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. പിന്നീട് ഏറ്റെടുത്ത കമ്പനി എന്ത് കൊടുത്തു എന്ന് കൂടി പറയുന്നുണ്ട്. 3.65 ലക്ഷമാണ് നടത്തിക്കൊടുത്ത കമ്പനിക്ക് കിട്ടിയത്. വീണയുടെ കമ്പനിക്ക് എത്രയാണ് കിട്ടിയത്? 278 ലക്ഷം കൊടുക്കാത്ത സേവനത്തിന്. എത്ര ലക്ഷങ്ങളുടെ വ്യത്യാസം. അത് കൊടുത്തോ കൊടുത്തില്ലേ എന്നുള്ളത് കോടതിയിൽ അത് വെളിവാവട്ടെ. അത് കൊടുത്തോ കൊടുത്തില്ലയോ, ഇതിന്റെ പേരിൽ മണി ലോണ്ടറി നടന്നിട്ടുണ്ടോ? PMLA ആക്ട് പ്രകാരമാണല്ലോ ഈ കേസ് വരുന്നത്. SFIയുടെ കണ്ടെത്തലിനെ തുടർന്ന് PMLA ആക്ട് പ്രകാരം ഇതിനകത്ത് മണി ലോണ്ടറി നടന്നിട്ടുണ്ടോ, മണി ലോണ്ടറി എങ്ങനെയാണ് ഇതിനകത്ത് മണി ലോണ്ടറി നടന്നിട്ടുള്ളത്, കാര്യങ്ങളൊക്കെ അന്വേഷിക്കട്ടെ. അല്ലാതെ നമ്മളിപ്പോഴേ ജമ്പിങ് ഇൻ ടു കൺക്ലൂഷൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇതുപോലെ എത്ര കേസുകൾ നമ്മൾ മുമ്പ് കണ്ടതാണ്. സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ നമ്മൾ കണ്ടതാണ്. എന്തിനകത്തൊക്കെയായിരുന്നു കൊണ്ടുവന്നത്? ഈന്തപ്പഴ കുരുവിനകത്ത്, ഖൊറാനകത്ത്, ബിരിയാണി ചെമ്പിനകത്ത്.